ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ വിഷ്ണു, തല്ലി ഒടുക്കണ ഇവന്റെ കൈയും കാലും. പ്രതാപ ചേച്ചി, എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാതെ ശിക്ഷ നടപ്പാക്കുന്നത് ശരിയല്ല. എനിക്കറിയണം എന്താണ് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. രാജു പറ, ഋതിക എവിടെ? ഇടാ, നിന്നോട് ചോദിച്ചേ, ഋതിക എവിടെയെന്ന്. രാജു, ഞാൻ എവിടെയും പോയിട്ടില്ല അച്ഛാ. ഇനി ആരും എങ്ങോട്ട് കൊണ്ടുപോയിട്ടുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വലിച്ച ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി. അത് വർമ്മയുടെ മോളാ. മോളെ, ഒരുപാട് ഐസ് വെക്കണ്ട. ആ തടുപ്പ് മാറിയ വിവാഹം 1-2 ദിവസത്തേക്ക് മുന്നിലേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അതങ്ങനെ തന്നെ മുഖത്തിരിക്കട്ടെ. കുറച്ച് വേദന സഹിക്കും മോളെ. എനിക്ക് വേദനയില്ല ചെറിയമ്മ. വേദന ഇല്ലെന്നോ? രാജു പറഞ്ഞതനുസരിച്ച് മുഖത്ത് ചെറിയ കുരു വരുന്ന മരുന്ന് ഐശ്വര്യ എന്റെ മുഖത്ത് മനഃപൂർവ്വം സ്പ്രേ ചെയ്തതാ ഇത്. പ്രിയചേച്ചിയുടെ ഹസ്ബൻഡ് ജയൻചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന രാജുവിന്റെ വിചാരം. രാജേന്ദ്രൻ ഇതൊക്കെ ചെയ്ത് വിവാഹം മുടക്കാൻ. ഹലോ രാജു, രാജു, മുല്ലപ്പൂ കൊണ്ട് മുഖം മറിക്കാൻ അവരുടെ തീരുമാനം. ദിവ്യ, പറഞ്ഞാ മനസ്സിലായി രാജു. അവരിതാ റൂമിലെത്തി. എന്താ രാജു ഇതൊക്കെ? വർമ്മ സാറേ, ഞാൻ പറയാം. എടി, നീ ശബ്ദിച്ചു പോകരുത്. നിന്റെ ശബ്ദം ഇനി ഇവിടെ ഉയരാൻ പാടില്ല. എന്റെ മകനെ പറ്റിച്ച് അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച, ഒരു രജിസ്റ്ററിൽ ഒപ്പിടിച്ച, അവനുമായുള്ള നിന്റെ വിവാഹം കഴിഞ്ഞുന്ന് ഞങ്ങളൊക്കെ സമ്മതിച്ചിരുന്നു നീ വിചാരിച്ചോ? നിനക്കോ ഇതൊക്കെ ചെയ്യാൻ നിന്നെ പിന്താങ്ങി നിന്ന് നിനക്ക് ധൈര്യം തന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചവർക്കോ? അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. നിന്നെയാണ് താലി കെട്ടുന്നതെന്ന് സ്വന്തം അറിവോടെ അല്ല എന്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആണോടാ? അല്ലമ്മേ, ഞാൻ ഋതികാണെന്ന് കരുതിയ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എല്ലാരും കേട്ടല്ലോ, ഇത് ചീറ്റിംഗ് ആണ്. ദിവ്യേ, നിന്നെയും നിന്നെ കൊണ്ട് ഈ ചീപ്പ് ഗെയിം കളിപ്പിച്ചവരെ ഞാൻ അഴിയെണ്ണിക്കും. എന്തെങ്കിലും ദുരുദ്ദേശത്തിന് വേണ്ടി ഒരു വ്യക്തിയെ വഞ്ചിക്കുന്നത് വഞ്ചനാ കുറ്റം, സെക്ഷൻ 420. ആൾമാറാട്ടത്തിനും വിവാഹ തട്ടിപ്പിനും അങ്ങനെ കുറച്ചു നാള് ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകയും ഒപ്പിച്ചു വെച്ചിട്ടാ നീ നിക്കുന്നേന്ന് ഓർത്തോ? അയ്യോ, എന്റെ മകനെ ചതിച്ച ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല.
അങ്ങനെ വകുപ്പും ചട്ടവും സെക്ഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം ജയിലിൽ പോവേണ്ടത് അമ്മയുടെ മകൻ ദീപക. ഋതികേ, സർ, ഋതിക മാഡം പറയുന്നത് സത്യമാണ് വർമ്മ സാറേ. നീ കേട്ടില്ലേ പ്രതാപ? ഇത് ഇവര് രണ്ടുപേരും ചേർന്ന് ദീപക്കിനെതിരെ കളിച്ച തന്ത്രമാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്ങനെയെങ്കിലും രാജു ഈ വിവാഹം മുടക്കൂന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. 4 നേരവും നിന്റെ പിന്നാലെ നടന്നവൻ പറയാറുണ്ടല്ലോ, നിന്റെ നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂന്ന്. ഇതാണോ നിനക്ക് നന്മ വരുന്നത്? ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് നിന്നെ അപമാനിക്കുകയല്ലേ ചെയ്തത്? ഒരിക്കലല്ല മാഡം, വർമ്മ സാറിനെ അപമാനിക്കാനല്ല, ഋതിക മാഡത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനാ ഞാൻ ചിന്തിച്ചതും ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നതും. അപ്പൊ നീ തന്നെയാണ് ഇതൊക്കെ ചെയ്യിച്ചെന്ന് നീ സമ്മതിച്ചു അല്ലേ രാജു? അതെ മാഡം, ഋതിക മാഡത്തെ മാറ്റി ആ സ്ഥാനത്ത് ദിവ്യ ഇരുത്തിയത് ഞാൻ പറഞ്ഞിട്ടാ. യാമിനി, നീയും ഇവർക്ക് കൂട്ടുനിന്നല്ലേ? എടാ രാജു, അംബികയും മകനെയും വിഡ്ഢികളാക്കി ഇവളെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീ വിചാരിക്കണ്ട. എടാ വിഷ്ണു, തല്ലി ഒടുക്കട ഇവന്റെ കൈയും കാലും. നിക്കടാ, തോട്ടുപോകുന്നവനെ. പ്രതാപ, ചേച്ചി, എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാതെ ശിക്ഷ നടപ്പാക്കുന്നത് ശരിയല്ല. എനിക്കറിയണം എന്താണ് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. യാമിനി പോലും ഇവർക്ക് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ എന്തെങ്കിലും കാരണം ഉണ്ടാവാതിരിക്കില്ല. എന്ത് കാരണം പ്രതാപ? എല്ലാം നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? ദിവ്യയുടെ കുഞ്ഞിന്റെ കാര്യമായിരിക്കും ഇവര് പറയാൻ പോകുന്നത്. ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക്കാണെന്ന് ഇവര് വാദിച്ചത് കല്ല് വെച്ച നുണയാണെന്ന് എന്നേ തെളിഞ്ഞതാ. ആ കുഞ്ഞുമായി ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? അങ്ങനെ ദിവ്യക്ക് ഇറങ്ങി പോകേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു മാഡം? ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം കൊണ്ടാ അന്ന് ആ സത്യം ഇവള് തുറന്നു പറഞ്ഞത്. പിന്നെ കുറ്റബോധം. പ്രായമായ അസുഖബാധിതയായ ദിവ്യയുടെ അമ്മയെ വീട്ടിൽ ചെന്ന് ദീപക്ക് ഭീഷണിപ്പെടുത്തി. അവരെ കൊല്ലുമെന്ന് ദിവ്യയും ഭീഷണിപ്പെടുത്തി. ആരൂരില്ലാത്ത ദിവ്യക്ക് അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക് അല്ലെന്ന് നുണ പറഞ്ഞ് ഈ വീടിന്റെ പടവുകൾ ഇറങ്ങി കണ്ണീരോടെ ഇവിടുന്ന് പോവേണ്ടി വന്നു. അതല്ലേ സത്യം?